Hey guys, welcome back to another video. Ranjit here. സോ ഗ്രാജുവേറ്റ് ലെവലിലുള്ള എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഏറ്റവും അധികം പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ. സോ വളരെ താമസിയാതെ തന്നെ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. സോ വി ആർ ലോഞ്ചിങ് എൻ എക്സ്ക്ലൂസീവ് മിഷൻ ഫോർ അപ്കമിങ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മൾ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മിഷൻ ലോഞ്ച് ചെയ്യുകയാണ്. സോ ഈ ഒരു വീഡിയോയിലൂടെ രണ്ട് കാര്യങ്ങളായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഒന്നാമതായി നമ്മൾ ഈ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ വരെയുള്ള ഘട്ടങ്ങളിൽ സ്വീകരിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനുവേണ്ടിയുള്ള വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റോഡ് മാപ്പ് അതും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു മിഷനെ കുറിച്ചാണ്. സോ വാട്ട് വി ഓഫർ ആസ് പാർട്ട് ഓഫ് ദിസ് മിഷൻ, അതായത് മിഷൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ ഭാഗമായിട്ട് PSC പാഠശാല ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ്. സോ അതിൽ ആദ്യത്തേത് കോംപ്രിഹെൻസീവ് വീഡിയോ സീരീസാണ്. അതായത് ഈ ഒരു എക്സാമിനേഷൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും കവർ ചെയ്യുന്ന രീതിയിൽ, അതായത് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് അറിയുന്നത് മുതൽ എക്സാം ഡേ വരെ ചെയ്തിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മിഷൻ്റെ ഭാഗമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. യൂട്യൂബിലൂടെ അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും അതോടൊപ്പം തന്നെ ഡൗൺലോഡബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, അതായത് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന രീതിയിലും മറ്റുള്ള റിസോഴ്സസ് എന്ന രീതിയിലും ഡൗൺലോഡബിൾ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം തന്നെ നമ്മൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വളരെ വെൽ റിസർച്ച്ഡ് ആയി പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്ട്രാറ്റജിയും മെത്തേഡ്സും ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമായിരിക്കും നമ്മൾ ടെലിഗ്രാം ചാനൽ വഴിയും പ്രൊവൈഡ് ചെയ്യുക. സോ ഇറ്റ് ഓൾമോസ്റ്റ് വർക്ക്സ് ലൈക്ക് എ വെർച്വൽ വർക്ക്ഷോപ്പ്. ഇതിനൊരു വെർച്വൽ വർക്ക്ഷോപ്പായിട്ട് ആസ്പിരൻസിനെ കാണാം. അത്തരത്തിൽ ഈ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠനം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നതും ഈ മൂന്ന് കാര്യങ്ങളാണ്. ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കണം, അത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കണം, സ്ട്രെസ് ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കണം. സോ ഈ ഒരു പോസ്റ്റിനെ കുറിച്ചും എക്സാമിനേഷനെ കുറിച്ചും അറിയേണ്ട ആ കാര്യങ്ങൾ മുതൽ എക്സാം ഡേ വരെ ചെയ്തിരിക്കേണ്ട വസ്തുക്കൾ അല്ലെങ്കിൽ പോസ്റ്റ് എക്സാമിനേഷൻ അനാലിസിസ് വരെയുള്ള കാര്യങ്ങൾ ഈ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ രണ്ട് സിമ്പിൾ സ്റ്റെപ്സിലൂടെ നിങ്ങൾക്ക് ഈ ഒരു മിഷൻ്റെ ഭാഗമാകാം. വീഡിയോ സീരീസിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡൗൺലോഡബിൾ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സസ് അല്ലെങ്കിൽ PDFs അതിനുവേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ആപ്ലിക്കേഷനിലുള്ള സെർച്ച് ഓപ്ഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ ആ ഒരു പബ്ലിക് ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ലഭ്യമാകും. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യം, ഏറ്റവും ഓർഗനൈസ്ഡ് ആയി ഏറ്റവും എഫിഷ്യൻ്റ് ആയി സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മിഷൻ്റെ ഭാഗമായി പ്രിപ്പറേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് അറിയുന്നത് മുതൽ പ്രിപ്പറേഷൻ ആരംഭിക്കുന്നത് വരെയുള്ള ഘട്ടങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനുവേണ്ടിയുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റോഡ് മാപ്പാണ്. സോ ഇതിൽ 7 സ്റ്റെപ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ടു നോ അബൌട്ട് ദ പോസ്റ്റ് എന്നുള്ളതാണ്. ഏതൊരു പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു പോസ്റ്റ് ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. ഇത്തരത്തിൽ വ്യക്തമായിട്ട് അവിടെയുള്ള വസ്തുതകൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഒരു പ്രാധാന്യമെങ്കിൽ മാത്രമേ നമ്മൾക്ക് അത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ആ ഒരു എക്സാമിനേഷന് വേണ്ടി പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ദി എക്സാമിനേഷൻ പാറ്റേൺ ആൻഡ് സിലബസ് എന്നുള്ളതാണ്. അതായത് എക്സാമിനേഷൻ്റെ പാറ്റേൺ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, സിലബസ് വളരെ സ്പെസിഫിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്നുള്ളത് ടു ഐഡൻറ്റിഫൈ ദ ചലഞ്ചസ് എന്നുള്ളൊരു കാര്യമാണ്. അതായത് പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ, അതായത് എക്സാമിനേഷനിൽ വന്നേക്കാവുന്ന അല്ലെങ്കിൽ പ്രിപ്പറേഷൻ്റെ കാലയളവിൽ നിങ്ങൾക്ക് മുൻപിൽ വന്നേക്കാവുന്ന ചലഞ്ചസ് ഇതെല്ലാം തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഒരിക്കലും എക്സാമിനേഷൻ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. ഇതെല്ലാം തന്നെ മുൻകൂട്ടി കണ്ടു വേണം പ്രിപ്പറേഷൻ ആരംഭിക്കാൻ. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എക്സാമിനേഷൻ പാറ്റേണിനെ കുറിച്ചും ചാലഞ്ചസിനെ കുറിച്ചും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ പ്രിപ്പറേഷൻ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സ്റ്റഡി റിസോഴ്സസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഒരുപാട് റിസോഴ്സസ് നമ്മൾക്ക് അവൈലബിൾ ആണ്. എന്നാൽ എപ്പോഴും പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടത് നമ്മൾക്ക് ആ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ആ റിസോഴ്സസ് കണ്ടെത്തുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ഇതും നമ്മൾ ഈ ഒരു റോഡ് മാപ്പിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റഡി ടെക്നിക്സ് ഫോർ ഇഫക്റ്റീവ് പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. അതായത് ഒരു റോഡ് മെമ്മറൈസേഷൻ എന്ന രീതിയിൽ പഠനം ആരംഭിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. നമ്മൾക്കറിയാം ഈ ഒരു കാലഘട്ടത്തിലുള്ള എക്സാമിനേഷൻസിനെ കുറിച്ച്. അതിൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റി എന്നുള്ളൊരു കാര്യം, നിങ്ങളുടെ അനലിറ്റിക്കൽ കേപ്പബിലിറ്റി ഇതെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയുള്ള വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി ടെക്നിക്സ് അത് നമ്മൾ ഈ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ ഒരു റോഡ് മാപ്പിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട്
നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ആണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് റിവിഷനും പ്രാക്ടീസും അങ്ങനെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് 7th സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേയിങ് മോട്ടിവേറ്റഡ് ഡ്യൂറിങ് ദ പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. അതൊരു ലോങ് ടേമിൽ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ പ്രിപ്പറേഷനിലുടനീളം ഒരു കൺസിസ്റ്റൻസി നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതിന് ഏറ്റവും മോട്ടിവേറ്റഡ് ആയിരുന്നുകൊണ്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ടിപ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ ആദ്യ ഘട്ടത്തിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഈ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല. ഇത് ആദ്യഘട്ടത്തിൽ, അതായത് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് അറിയുന്നത് മുതൽ പ്രിപ്പറേഷൻ ആരംഭിക്കുന്നത് വരെയുള്ള അല്ലെങ്കിൽ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് വരെയുള്ള ആ ഘട്ടം വരെ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റോഡ് മാപ്പാണ്. മിഷൻ്റെ ഭാഗമായി ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ എക്സാമിനേഷൻ ഡേ വരെയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ആസ്പെക്റ്റുകളും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ വീഡിയോ സീരീസ് ചെയ്യുക. എന്നാൽ ഇത് പ്രാഥമികമായിട്ട് ഈ പരീക്ഷയുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഓരോ പോയിന്റ്സിനെയും ആസ്പദമാക്കിയുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുക. സോ നിങ്ങൾ ഈ ഒരു മിഷനിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതോടൊപ്പം തന്നെ ഇതിൽ നിങ്ങൾ എക്സൈറ്റഡ് ആണ് എങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെഷൻ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് ഇതെല്ലാം തന്നെ കമന്റ് സെഷനിലൂടെ അറിയിക്കാവുന്നതാണ്. ഗ്രാജുവേറ്റ് ലെവലിലുള്ള എക്സാമിനേഷൻസ് ടാർഗറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ എന്നുള്ളത്. സോ ഏറ്റവും ഇഫക്റ്റീവായി, ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് പഠനം ആരംഭിക്കാം. സോ ഇഫ് യു ഫസ്റ്റ് ടൈം ഹിയർ ദെൻ മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് this video and I hope to see you in the next one.